പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആനയും മേളവും ആരവങ്ങളുമായി ഒരു ഉത്സവകാലം കൂടി. ഒരു കഥ കേൾക്കൂ. തൃപ്പൂരം. തൃപ്പുരത്ത് കാവിൽ ഇന്ന് കൊടിയേറ്റം. ആളുകൾ കൂട്ടം കൂട്ടമായി ക്ഷേത്രമൈതാനിയിലേക്ക് പുറപ്പെട്ടു. ജനങ്ങൾ കാത്തുകാത്തിരുന്ന സുദിനം. ബലൂണും പന്തും പീപ്പിയുമായി കച്ചവടക്കാർ, കുരുത്തോലകളും പൂക്കളം കൊണ്ട് അലങ്കരിച്ച വീഥികൾ, ചങ്ങല കിലുക്കി നടന്നു വരുന്ന ഗജവീരന്മാർ. എല്ലായിടത്തും ഉത്സവത്തിൻ്റെ ആഘോഷത്തിമിർപ്പ്. ഉത്സവപ്രേമിയായ കിച്ചു ഓരോ വർഷവും ആനകളെ കാണാനും മേളം കേൾക്കാനും അത്യാവേശത്തോടെ കാത്തിരിക്കും. ഈ വർഷം ഞാൻ ഏറ്റവും മുന്നിൽ ചെന്ന് നിന്ന് ഉത്സവം കാണും, കിച്ചു അമ്മയോട് പറഞ്ഞു. ഗോപുരം കടന്ന ആനകൾ ഓരോന്നായി വരുന്നത് അവൻ ആവേശത്തോടെ കണ്ടു. ഓരോന്നിൻ്റെയും പേരെടുത്ത് വിളിച്ചു പറഞ്ഞു. കാർമേഘം മൂടിയ ആകാശത്തിന് കീഴെ കാർമേഘത്തേക്കാൾ കറുപ്പാർന്ന ആനച്ചന്തങ്ങൾ, മേഘങ്ങൾക്കിടയിൽ ഒടുവിലെത്തിച്ചേർന്ന അവൻ്റെ പ്രിയപ്പെട്ട ആന ഗജരാജൻ ഗംഗാധരൻ. നീരുകാലമെന്ന വിശ്രമകാലം കഴിഞ്ഞ് ആദ്യമായി പങ്കെടുക്കുന്ന ഉത്സവമാണിന്ന്. ആ പരിഭ്രമം ആനയുടെ കണ്ണുകളിൽ കിച്ചുവിന് കാണാൻ കഴിഞ്ഞു. ആനക്കാരെ വർഷങ്ങളോളമുള്ള പരിചയം അവൻ ആനയുടെ അരികിലേക്ക് എത്താൻ സഹായിച്ചു. കിച്ചു ആനയെ സാവധാനം തൊട്ടു തലോടി. ഭയപ്പെടേണ്ട, നീ ദൈവത്തിൻ്റെ ആന, എല്ലാവരുടെയും പ്രിയപ്പെട്ടവൻ എന്ന് അവൻ ആനയുടെ കണ്ണിൽ നോക്കി ചെവിയിൽ പറഞ്ഞു. എന്താ മോനെ, ആനയെ പറഞ്ഞു മയക്കാണോ? ഒന്നാം പാപ്പാൻ ഭാസ്കരേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏതായാലും കിച്ചുവിൻ്റെ വാക്കുകൾ ഗജരാജൻ്റെ കണ്ണുകളിൽ ശാന്തി നിറച്ചു. അവൻ തലകുനിച്ച് കിച്ചു എന്ന കൃഷ്ണയെ സ്നേഹത്തോടെ തുമ്പിയുടെ അറ്റം കൊണ്ട് സ്പർശിച്ചു. എന്നിട്ട് ശിരസ്സുയർത്തി നിവർന്നു നിന്നു. ഇത് കണ്ട് ഭാസ്കരേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൊള്ളാം മോനെ, അവന് നല്ല ധൈര്യം വന്നതായി തോന്നുന്നു. നീ ഞങ്ങളോടൊപ്പം ആനയുടെ പുറകിൽ നിന്നോളൂ. ഗംഗാധരനാണോ ഇന്ന് തിടമ്പ്? ആന കുറച്ച് ക്ഷീണിച്ചല്ലോ. പ്രായമായ ഒരാൾ പറഞ്ഞത് അവർ കേട്ടുവെന്ന് നടിച്ചില്ല. ആനകൾ നെറ്റിപ്പട്ടം കെട്ടി അണിനിരന്നു. പ്രധാന തിടമ്പുമായി ഗംഗാധരൻ നടുവിലും. അവനേക്കാൾ അഴകും വലിപ്പവുമുള്ള ആനകൾ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ഗംഗാധരൻ അവയുടെ എല്ലാം മുകളിൽ ശിരസ്സുയർത്തി ഞെളിഞ്ഞു നിന്നു. ജനക്കൂട്ടം മുഴുവൻ ആനയെ ആവേശത്തോടെ നോക്കി. കൊള്ളാലോ, ആദ്യം കണ്ട ആന തന്നെയാണിതെന്ന് തോന്നില്ല. ഗംഭീര നിൽപ്പ്. ആന ക്ഷീണിച്ചു എന്ന് പറഞ്ഞുപോയ അപ്പാപ്പൻ അത്ഭുതത്തോടെ പറഞ്ഞു. ഞാനെന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ തലയുയർത്തി ചെവിയാട്ടി നിൽക്കുകയായിരുന്നു നമ്മുടെ ഗംഗാധരൻ.